കുറച്ചധികം സന്തോഷമുണ്ട് അവളുടെ മുഖത്തുനിന്ന്. പൂമ്പാറ്റെ പോലെ പറന്നാ പോയത്. ഓഫീസിലേക്ക് ഇത്രയും സന്തോഷത്തോടെ അവള് പോയിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായിരിക്കും ഇതിന് കാരണം? ഞാനേ വേദാന്ത് മേനോനാണ്. എന്റെ പെൺകുട്ടിയെ ഞാൻ ഇത്രയും ഹോപ്പ്ലെസ് ആയിട്ടാണോ പ്രപ്പോസ് ചെയ്യുന്നത്? അതും ഇങ്ങനെ ഒരു പഴഞ്ച സ്റ്റീരിയോ ടൈപ്പ് വാക്ക് വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെ മാത്രമേ പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രങ്ങളൊന്നും ഇല്ലല്ലോ. നോനോ, ഞാൻ ആരെയും അനുകരിക്കാൻ പോകുന്നില്ല. പോയി പോയി ഈ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിരിക്കുന്ന പണിയാ എനിക്കുള്ളേ. ഓ, എനിക്ക് ബുദ്ധിയില്ല. ഇവളിപ്പോ പഴയതുപോലൊന്നും അല്ല. ഇനി കുറച്ചു കഴിഞ്ഞ് എന്തെങ്കിലും അങ്ങ് ചെയ്തോട്ടെ. ദൈവമേ, ഇവളുടെ മുഖത്ത് എപ്പോഴും ഈ സന്തോഷം തന്നെ കാണണേ. അവൾ ഇനി എന്റെ മാത്രം. എനിക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ഇനി തോന്നിയല്ലേ പറ്റൂ. കാരണം ഇപ്പൊ അവൾ എന്റെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ സ്റ്റൈലില് എന്റെ രീതിയിൽ നിന്നെ പ്രപ്പോസ് ചെയ്യും അമൂല്യ. അവൾക്കും അതാ ഇഷ്ടം. എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവള് ജീവിക്കുന്നത്. അവളെ എല്ലാവരുടെയും പോലെ പ്രപ്പോസ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്ങനെയെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്റെ രീതിയിൽ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാം. അയ്യോ, ഇതെന്താ ഇത്? എന്നോട് വേഗം വന്നു പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പൊ ഇവിടെ ഇത്ര ഇരുട്ട്? അത് മാത്രല്ല, ഇവൻ ഇതുവരെ വന്നുമില്ലേ? ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കേടായോ? അങ്ങനെ ലേറ്റ് ആകാറില്ലല്ലോ. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചോദിച്ചാലും മനുഷ്യരോട് ചോദിക്കാൻ പാടില്ല, ദൈവങ്ങളോട് വേണം ചോദിക്കാനെന്ന്. എന്താണെന്ന് വെച്ചാ, മനുഷ്യർക്ക് നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം തരാനുള്ള ശക്തിയില്ല. ആ ശക്തിയുള്ളത് ദൈവത്തിന് മാത്രമാണ്. എന്ന് വെച്ചാ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടാണ്, എന്റെ മനസ്സിലുള്ളത് നിറവേറ്റിത്തരണേ ഈശ്വര. മുത്തശ്ശി, കാപ്പി കുടിച്ചായിരുന്നോ? എന്നിട്ട് ഞാൻ കഷായം എടുത്തോണ്ട് വരാം. എന്താ മോളെ, ദൈവത്തിന് നെയ്ദീപം കൊളുത്തി വിശേഷമായിട്ട് എന്താ അർച്ചനയൊക്കെ ചെയ്യുന്നത്? സത്യമായിട്ടും വിശേഷമായിട്ടുള്ള അർച്ചന തന്നെയാ മുത്തശ്ശി. ഇത്രയും ദിവസം നമ്മൾ ഭയന്നത് നടക്കാൻ പോകുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് അതെല്ലാം നിറവേറാനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെയോ? എന്താ മോളെ അത്? ഏട്ടന് ഇന്നാണ് ഏട്ടന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്.
ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് അമ്മുവിനോട് പറയാൻ പോവാ മുത്തശ്ശി. അതെയോ? അങ്ങനെയാണോ? ഞാൻ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് പോലും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇട്ടുകൊണ്ട് പോയത്. അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാ അത് പൂർത്തിയാകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മുത്തശ്ശി. ഇത് സത്യമായിട്ട് നല്ല കാര്യം തന്നെയാ. ഇതുപോലുള്ള കാര്യത്തിനെല്ലാം ദൈവത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടായാലേ പറ്റൂ. അത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു സൂക്ഷ്മം കൂടിയുണ്ട്. സൂക്ഷ്മോ എന്ന് വെച്ചാ എന്താ മുത്തശ്ശി ഉദ്ദേശിച്ച? നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ അത് പുറത്ത് പറയാൻ പാടില്ല മോളെ. ഞാൻ വേറെ എന്തോ വിഷയമാണെന്ന് കരുതിയാണ് ചോദിച്ചത്. നീ അപ്പോഴേക്കും ആ വിഷയം എന്നോട് പറഞ്ഞും കഴിഞ്ഞു. അയ്യോ, ഞാൻ എന്തൊരു മണ്ടത്തരാ കാണിച്ചേ. ഇനിയിപ്പോ എന്ത് ചെയ്യും മുത്തശ്ശി? ഇതിനൊരു പ്രായശ്ചിത്തമില്ലേ? വിഷമിക്കേണ്ട മോളെ, നീ ദീപം കൊളുത്തി വെക്ക്. ഞാനപ്പോ ആരതി ഒഴിയാം. അമ്മു ഈ വീട്ടിൽ മരുമകളായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ. അതെന്താ പകൽ ഇവിടെ മാത്രം ഇത്രയ്ക്ക് ഇരുട്ട്? ആരെങ്കിലും വേണമെന്ന് വെച്ച് ഇരുട്ടാക്കിയതാണോ? ഹേയ്, വേണമെന്ന് വിചാരിച്ച് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈ ലൈറ്റ് ഇത് എവിടുന്നാ വന്നേ? ആരാ അത്? വേദാന്ത്, 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 വേദാന്ത്. ഇതൊക്കെ എങ്ങനെ ഓണായത്? എന്താ ഇതൊക്കെ? എന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡീലുണ്ട്, വരാൻ പറഞ്ഞതല്ലേ? ഡിസ്കസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുവാന്ന് വിചാരിച്ചപ്പോ എന്താ ഇത്? ലൈറ്റൊക്കെ ഓണും ഓഫും ഒക്കെ. കോഫി കുടിച്ചാലോ? ഇപ്പോഴോ? ഓഫ് കോഴ്സ്, ഇപ്പൊ തന്നെ. പിന്നെ ലൈറ്റ് ഓണായല്ലോ. എന്താ നടക്കുന്നത് ഇവിടെ? അല്ല, ഈ സമയത്ത് ഇതൊക്കെ ആരാ റെഡിയാക്കി വെച്ചത്? എല്ലാം നീ അറിയേണ്ട ആവശ്യമില്ല. വാ. Sit down. വരമായി വന്നൊരു
മനമേ നീ പാടൂ പ്രേമാദ്രം അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യ മനമേ നീ പാടൂ പ്രേമാദ്രം മലയിൽ എന്താ ചേച്ചിയത്? നമുക്കുള്ള പുതിയ ഡ്രസ്സുകളാ മോളെ. എനിക്ക് വാങ്ങിയിട്ടുണ്ടോ? അതെ, നിനക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊക്കെ കാശ് എവിടുന്ന ചേച്ചി? പിസ്സ വിറ്റ കാശ് ഇന്നലെ വന്നു മോളെ. അതിനാ ഷോപ്പിങ്ങിന് പോയത്. അല്ല, എന്റെ തുണി എടുക്കാൻ എന്നെ കൂടെ കൊണ്ടുപോകാത്ത എന്താ? എല്ലാം നിന്റെ ഇഷ്ടത്തിനുള്ള തുണിയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നീ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, നീ തന്നെ സെലക്ട് ചെയ്തോ. റെഡ് എന്റെ ഫേവറേറ്റ് കളറാ. വാവ്, ഇതിട്ട ബാർബി ഡോളിനെ പോലെ ഇരിക്കും. വാവ്, ഞാൻ വാങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ വാങ്ങുള്ളായിരുന്നു. നല്ല ഭംഗിയുണ്ട്. റെഡ് എന്റെ ഫേവറേറ്റ് കളറാ. പക്ഷെ ഞാനും കോളേജിൽ പോലോ. ഞാൻ ഇതിട്ടുണ്ടായിരിക്കും പോവാ. നല്ല രസമുണ്ട് ചേച്ചി. താങ്ക് യു. അകത്ത് എന്താന്ന് നോക്കാതെ വലിയ പിണക്കം കാണിച്ചില്ലേ? ഞാൻ നിന്റെ ചേച്ചിയാ മോളെ. എനിക്കറിയത്തില്ലേ നിന്റെ ടേസ്റ്റ് എന്താണെന്ന്. യെസ് യെസ്, ഇപ്രാവശ്യം തെറ്റിന്റെ ഭാഗത്താ. സോറി പറയുമ്പോഴും നോവിക്കണോടി. ആ നീക്ക്, അമ്മു ചേച്ചിയും കൂടെ വരട്ടെ. അവളെയും കൂടി ഇതിട്ടൊന്ന് കാണിക്കണം. വേദ, വേദ, അയ്യോ താഴെ വീണല്ലോ ടിഷ്യൂ പേപ്പർ. നോ ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെയ്തോളാം. നിങ്ങൾ സ്പൂണ് ബോക്സിന്റെ ഉള്ളിലിട്ടു. സ്പൂൺ. അത് മതിയെന്ന് തോന്നുന്നു. അത് ഞാൻ എടുത്തു തരാം. നോ ഇറ്റ്സ് ഓക്കെ, ഐ ഡു ഇറ്റ്. ഇതാരായിരിക്കും? അറിയാത്ത നമ്പറിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഹലോ അമ്മേ, എങ്ങനെയുണ്ട്? നീയോ? സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചാ ദേഷ്യപ്പെടുകയാണോ? നിന്നെ പോലുള്ളവർ അമ്മയെന്നല്ല, ഇനി ദേവിന്ന് വിളിച്ചാലും എനിക്ക് കേൾക്കുന്നതേ അരോചകമാ. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? എന്നോട് സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി? ആ ദൈവം ഒരാൾക്ക് തന്നെ വീണ്ടും വീണ്ടും തോൽവി കൊടുക്കില്ല. നല്ലൊരു ഭാവി എല്ലാവർക്കും ആവശ്യമാണ്. എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ആള് തോറ്റ സഹിക്കാൻ പറ്റും. എന്നാൽ തോറ്റയാൾ ജയിച്ചാൽ വളരെ